ഹലോ ഫ്രണ്ട്സ്, എഗെയിൻസ് വെൽക്കം ടു അപ്പോസ് വ്ളോഗ്സ്. അപ്പം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ യാത്രയും കാര്യങ്ങളും മാരേജ് ഫങ്ഷൻസും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നൊക്കെ ആലോചിക്കേണ്ട, എന്താ പറയുക, നമുക്ക് വീട്ടിലെങ്ങനെ ബൂസ്റ്റ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ തന്നെ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമല്ലേ ബൂസ്റ്റ്. എനിക്ക് ഇതിൻ്റെ പൗഡറൊക്കെ കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്കൊക്കെ അങ്ങനെ കൂടുതൽ നമ്മൾ പാലിൽ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് കയ്യിൽ ഈ പൗഡർ ഇട്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്യും. പിന്നെ അങ്ങനെ അധികം കോസ്റ്റ്ലി അല്ല. നമ്മളിപ്പം ബൂസ്റ്റ് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസയൊക്കെ കൊടുക്കണ്ടേ. ഇത് നമുക്ക് ചെറിയ പൈസക്ക് വീട്ടിൽ തന്നെ നല്ല, എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ളത് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് പാലിൽ കലക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കും സന്തോഷമാവും, നമുക്കും സന്തോഷം. അങ്ങനെ ഫുഡ് കഴിച്ചില്ല എന്നുള്ളൊരു പരാതിയൊന്നും നമുക്ക് അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ബൂസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഫസ്റ്റിലെടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അതിൻ്റെ കൂടെ ഒരു 11 ബദാം എടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറാണ്. ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളൊരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 5 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇത് ഉണ്ടാക്കാൻ വേണ്ടൂ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പം നമുക്ക് ഒരു പാന് വെച്ചിട്ട് ഒരു, എന്താ പറയുക, ചെറുതായിട്ടൊന്ന് ബദാം ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇത് ജസ്റ്റ് നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് വറവൊന്നും വേണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇത് കൊടുത്താൽ മതി. അങ്ങനെ അത് കളറൊന്നും മാറി വരണ്ട, നമുക്ക് ഈ ഒരു കളറിൽ തന്നെ കിട്ടണം. ഒരുപാട് വറവും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇത് ഒരു ചൂടാക്കിയെടുക്കാൻ. ഇപ്പോൾ വീറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ബദാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഫ്ലെയിമൊന്നും ആരും കൂട്ടി വെച്ച് പോകരുത്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇനി അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ഞാനിതിപ്പോൾ ഷുഗർ പൊടിച്ച് മിക്സിയുടെ ജാറാണ്, അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ബദവും ഗോതമ്പ് പൊടിയും രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് ഞാൻ പൊടിക്കുന്നത്. അപ്പോൾ ഇതാ പൊടിച്ച് വന്നിട്ടുണ്ട്. നല്ല പൗഡർ രൂപത്തിലായിട്ടുണ്ട് രണ്ടും കൂടിയിട്ട്. ഇനി അതിലോട്ട് നമുക്ക് നമ്മുടെ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം ഫസ്റ്റിൽ. അതിനുശേഷം നമുക്ക് ഷുഗർ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 5 ഇൻഗ്രീഡിയൻസും കൂടി ഒരുമിച്ചിട്ട് നമുക്ക് ഒന്നുകൂടിയിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ ബൂസ്റ്റ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ കയ്യിലൊക്കെ ഇട്ടിട്ട് നമ്മൾ, എന്താ പറയുക, കഴിച്ച് നോക്കുമ്പോൾ ശരിക്കും ബൂസ്റ്റ് എങ്ങനെയാണോ ഉള്ളത് അതേ മോഡലിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്ക് പെട്ടെന്ന് ഇത് ഇങ്ങനെയാണോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ട. ഒരു 10 മിനിറ്റിലൊക്കെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. ശരിക്കും നമ്മുടെ ആ കളറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, ശരിക്കും ബൂസ്റ്റിൻ്റെ ആ ഒരു മോഡലിൽ തന്നെ വന്നിട്ടുണ്ടെന്ന്. കഴിക്കുമ്പോഴും അതേ ടേസ്റ്റ് കേട്ടോ. പാലിൽ കലക്കി കുടിക്കുമ്പോഴായാലും കയ്യിലിട്ടിട്ട് നമ്മളതൊന്ന് കഴിച്ച് നോക്കുമ്പോഴായാലും എല്ലാം ഒരേ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി വീട്ടിൽ തന്നെ കുറച്ചിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ കുറച്ച് കാലത്തൊക്കെ സൂക്ഷിച്ച് വെക്കാനും പറ്റും നമുക്ക്. അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവുകയൊന്നും ചെയ്യില്ല. രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടിയൊക്കെ ഇതൊക്കെ കലക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നമ്മൾ പാലിൽ കലക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്യും. നമുക്കങ്ങനെ ഒരുപാട് ചിലവ് കാര്യങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്.
അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കണം. പക്ഷേ അത്രയും പെർഫെക്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയ ഒരു കാര്യമാണിത്. നിങ്ങൾക്ക് അത് ഉണ്ടാക്കി നോക്കിയാൽ തന്നെ നിങ്ങൾക്കും അത് മനസ്സിലാവും. അത്രയും പെർഫെക്റ്റായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്കിത് ഇനി പൗഡർ ശരിക്കും ആ ഒരു ബൂസ്റ്റിൻ്റെ ടേസ്റ്റിൽ തന്നെ കുടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി നോക്കാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കലക്കിയതിന് ശേഷം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് പാലിന് 2 ടീസ്പൂൺ എന്നുള്ള തോതിലാണ് ഞാനിപ്പോൾ കലക്കാൻ പോകുന്നത്. പിന്നെ ഷുഗറെന്ന് വെച്ചാൽ സാധാരണ ഒരു നല്ലൊരു മധുരത്തിൽ നമുക്കിത് കുടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് മധുരമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് മധുരം ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തിളച്ച പാൽ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കറക്റ്റ് ആ ബൂസ്റ്റിൻ്റെ അതേ മോഡലിൽ തന്നെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് കമൻറ്റിൽ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യണം. എന്താ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ പൗഡർ. ഇതിപ്പോൾ കഴിക്കാനും നല്ല രസമുണ്ട്. ഇപ്പോൾ എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പാലിലേക്ക് കലക്കി കുടിക്കുന്നതിനേക്കാളും ഇഷ്ടം ഈ ബൂസ്റ്റിൻ്റെ പൗഡറൊക്കെ ഇങ്ങനെ കയ്യിലിട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പഞ്ചസാരയൊക്കെ കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ല രസമുണ്ടാവും. എല്ലാവരും വേണമെങ്കിൽ അങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഒക്കെ ഇത് നല്ലൊരു ഇതാണ്. പിന്നെ നമുക്ക് വിരുന്നൊക്കെ വരുമ്പോൾ ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഇതാണ്. നമുക്ക് കുറച്ചധികം തന്നെ പൊടിച്ചിട്ട് നമുക്കൊരു ഡബ്ബയിലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു നല്ല സാധനമാണ്. കേടൊന്നും വരാതെ തന്നെ നമുക്കിതൊക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഒരു ബൈ ബൈ.